നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങിയിട്ടും പിണറായി വിജയനിൽ യാതൊരു മാറ്റവുമില്ല എന്നതിന്റെ തെളിവാണ് കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിന്റെ വാക്കുകൾ. അതൊന്ന് കേട്ടു നോക്കാം. ഇന്ത്യ ഗവൺമെന്റ് ഇവിടെ പ്രത്യേകമായ ഒരു പദ്ധതി PM ശ്രീ, അതിലൂടെ വിദ്യാഭ്യാസത്തിന്റെ പുത്തൻ വിദ്യാഭ്യാസ നയം നടപ്പാക്കാനുള്ള പുറപ്പാട്, ഘോര പ്രസംഗം നേരത്തെ നടത്തിയവരാണ് ഇവരെല്ലാവരും. LDF സർക്കാർ PM ശ്രീ നടപ്പാക്കുന്നതിനെതിരായിരുന്നു. പക്ഷെ പോയി നൈസായിട്ട് അങ്ങ് ഒപ്പിട്ട് കൊടുത്തു. കൃത്യമായി പറയുകയും ചെയ്തു. അപ്പൊ LDF സർക്കാർ ആ കാലത്ത് PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നില്ല എന്ന് വന്നപ്പോ വിദ്യാഭ്യാസ മേഖലയിൽ ചെലവഴിക്കേണ്ട മറ്റ് പണമുണ്ട്, SSKയുടെ ഭാഗമായി കിട്ടേണ്ട ഫണ്ട്, അത് കോടാനുകോടിയുണ്ട്. ആ ഫണ്ട് മുഴുവൻ തടഞ്ഞു വെക്കുന്ന സ്ഥിതി വന്നു. അപ്പോൾ വല്ലാത്ത ശ്വാസം മുട്ടലായി. ആ ഘട്ടത്തിലാണ് ഒരു MOU ഒപ്പിടുന്ന നിലവുണ്ടായത്. വല്ലാത്ത ശ്വാസം മുട്ടലുണ്ടായി ഫണ്ടൊന്നും കിട്ടാതെ വന്നപ്പോഴേ. അതുകൊണ്ട് CPIയോട് പോലും ആലോചിക്കാതെ, CPIയുടെ ഇതൊരു മുന്നണി ഭരണമാണല്ലോ, പക്ഷേ മുന്നണി ഭരണമാണെന്നൊക്കെ പിണറായി വിജയൻ അങ്ങ് മറന്നുപോയി. പുള്ളി ഇത് CPM മാത്രമേ ഉള്ളൂ എന്നാണ് അപ്പോൾ ഓർത്തത്. നേരെ പോയി അങ്ങ് ഒപ്പിട്ട് കൊടുത്തു. ഭയങ്കര ശ്വാസം മുട്ടലായിരുന്നല്ലോ. അതുകൊണ്ട് CPI ഒന്നും അല്ലെങ്കിൽ CPIയുടെ മന്ത്രിമാരെ ഒന്നും അറിയിക്കാൻ സമയം കിട്ടിയില്ല. ഈ SSK ഫണ്ട് റിലീസ് ചെയ്ത് കിട്ടുമെന്നാണ്. PM ശ്രീയുടെ ഭാഗമായിട്ടൊരു കാര്യം ഇവിടെ നടപ്പാക്കുന്നില്ല. LDF ആലോചിച്ചു. ഇവിടെയാണ് പിണറായി വിജയൻ്റെ ആ തന്ത്രം നമ്മൾ മനസ്സിലാക്കേണ്ടത്. LDF ആലോചിച്ചു, ഒപ്പിട്ടതിന് ശേഷം LDF ആലോചിച്ചു. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ നടന്നായിരുന്നേ. ഈ ഒപ്പിട്ടെന്ന് അറിഞ്ഞപ്പം CPI നല്ല രീതിയിൽ അങ്ങ് ഇടഞ്ഞു. മന്ത്രിസഭാ യോഗത്തിൽ പോലും പങ്കെടുക്കത്തില്ല എന്ന് ഭീഷണി മുഴക്കി. മാത്രമല്ല CPIയുടെ യുവജന സംഘടന അതിശക്തമായിട്ടുള്ള വിമർശനം സർക്കാരിനെതിരെയും CPMനെതിരെയും സർവോപരി വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിക്കെതിരെയും ഉയർത്തി. അതിനുശേഷമാണ് നിവൃത്തിയില്ലാതെ, ഗത്യന്തരമില്ലാതെ ചർച്ചയ്ക്ക് പിണറായി വിജയൻ തയ്യാറായത്. എന്നിട്ടിപ്പോൾ നൈസായിട്ട് ഇത്രയും ഭാഗങ്ങളെല്ലാം അങ്ങ് സ്കിപ്പ് ചെയ്തിട്ട് ഒന്നും സംഭവിക്കാത്ത ഭാവത്തിൽ എല്ലാം അങ്ങ് വിഴുങ്ങിക്കൊണ്ട് നൈസായിട്ട് അങ്ങ് പറയാണ് LDF ചർച്ച നടത്തിയെന്ന്. അതിൻ്റെ മുമ്പ് ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. എൻ്റെ പിണറായി വിജയ, ഇത് ജനങ്ങൾക്ക് ഇതൊന്നും അറിയാത്ത മണ്ടന്മാരല്ല. ഇനിയെങ്കിലും ഇതൊക്കെ ഒന്നും മനസ്സിലാക്കാൻ ഉള്ള ഒരു വിവേകം താങ്കൾക്കുണ്ടാവണം. ഒരുപാട് ജനങ്ങളെ താങ്കൾ വിഡ്ഢികളാക്കിയിട്ടുണ്ട്, ഒരുപാട്. പക്ഷെ ജനങ്ങൾക്കിപ്പോൾ അത് കൃത്യമായിട്ട് അറിയാം, അത് തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് ഇത്ര ദയനീയമായ ഒരു തോൽവി ഏറ്റുവാങ്ങി താങ്കൾ ഇന്ന് പ്രതിപക്ഷത്തിരിക്കുന്നത്. താങ്കളെ തന്നെ പ്രതിപക്ഷ നേതാവാക്കിയത് അത് CPMൻ്റെ ഗതികേട്. അതിനെക്കുറിച്ച് കമൻറ്റ് പറയാനൊന്നും ഞാൻ ആളല്ല. പക്ഷെ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് താങ്കളെ ഇറക്കി വിട്ടതിൻ്റെ റീസൺ, അതിൻ്റെ റിയൽ റീസൺ എന്തുകൊണ്ടാണ് ഇങ്ങനെ ജനങ്ങളെ പച്ചയ്ക്ക് വിഡ്ഢികളാക്കാൻ താങ്കൾ തുടർച്ചയായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നത് ജനങ്ങൾ തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് വെറുതെ ഇനി ശ്രമിക്കേണ്ട, ഇങ്ങനെ വിഡ്ഢികളാക്കാൻ ഇനി ശ്രമിക്കേണ്ട, അത് നടക്കത്തില്ല എന്ന് ഇനിയെങ്കിലും പിണറായി വിജയൻ എന്ന CPM നേതാവ് തിരിച്ചറിയണം. കുറച്ചൊക്കെ ഒരു സത്യസന്ധത കാട്ടിത്തുടങ്ങണം. ഇത്രയൊക്കെ പ്രായമായില്ലേ, വയസ്സായില്ലേ, ഇനിയെങ്കിലും ഒരു തിരിച്ചറിവ് താങ്കൾക്കുണ്ടാവണം. എന്തിനാണ് ഇങ്ങനെ സഖാക്കൾ പോലും വിശ്വസിക്കാത്ത കാര്യങ്ങൾ ഇങ്ങനെ നൈസായിട്ട് ഒന്നും സംഭവിക്കാത്ത രീതിയിൽ വലിയ വായിൽ പ്രസംഗിക്കാൻ ഇറങ്ങുന്നത്? തെറ്റാണ്. ഇനിയെങ്കിലും തിരിച്ചറിയുക. റിക്വസ്റ്റാണ്. താങ്ക് യു.